വെൽക്കം ബാക്ക് ടു ചാനൽ. നാളെ 6ാം ക്ലാസ്സുകാരൻ്റെ ഞാനും കൂടി പഠിക്കണം കേട്ടോ. നാളെ ആറാം ക്ലാസ്സിൻ്റെ മാത്സ് എക്സാമാണ്. അപ്പോൾ അതിലൊരു ഷുവർ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഇങ്ങനെയല്ല വരിക, ഷുവർ ക്വസ്റ്റ്യൻ ആവും ഇത്. അപ്പോൾ നമുക്ക് നോക്കിയാലോ. വോളിയമാണ് നമ്മൾ എടുക്കുന്നത്. എന്ത് വോളിയമാണ്? വോളിയം. ബ്ലാക്ക് പെൻ കൊണ്ട് എഴുതാം, അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ബ്ലൂ പെൻ കൊണ്ട് എഴുതാം. വോളിയമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. വോളിയമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. വോളിയമാണ് ഷുവർ ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്ന വോളിയമാണ് വരുന്നത്. നോക്കിയാലോ. ഫസ്റ്റ് വോളിയം എഴുതുമ്പോൾ എന്താ എഴുതുക? എൽ ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് എച്ച്. അങ്ങനെ വരുമ്പോൾ അടുത്ത് എല്ല് ലെങ്ത്തും ബിയും ബ്രെഡ്ത്തും അല്ലെങ്കിൽ വിഡ്ത്ത് അങ്ങനെയൊക്കെ വരും. പിന്നെ എച്ച് എന്ന് പറയുമ്പോൾ ഹൈറ്റാണ് വരിക. ഇത് കോമൺ ആയിട്ട് ഇത് മാത്രം എഴുതി വെച്ചാലും ഒരു അരയോ 1 മാർക്കോ അതോ അര പോയിൻറ്റോ കിട്ടും. കാരണം ഈ ഒരു ഫോമാണ് ഏറ്റവും പ്രാധാന്യം. അത് എഴുതിയില്ലെങ്കിൽ നിങ്ങളുടെ പകുതിയോളം മാർക്ക് എന്തായാലും കിട്ടും. അപ്പോൾ ഈ ഒരു ഫോം എഴുതിയിട്ടാണ് വോളിയമൊക്കെ ചെയ്യാൻ. അപ്പോൾ നമ്മൾ ഒരു വോളിയം എടുത്തേക്കുക. 50 × 40 × 25. ഇതാട്ടോ നമ്മളെ ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റും തന്നിട്ടുണ്ട് കേട്ടോ. ലെങ്ത്ത് എന്തിട്ടാണ്? ലെങ്ത്ത് 15 ആണ്, ബ്രെഡ്ത്ത് 14 ആണ്, ഹൈറ്റ് 25 ആണ്. ഫസ്റ്റ് ഈ 3 കൂടി കൂട്ടാനായിട്ടും നല്ലത് ഒരു എളുപ്പ വഴിയുണ്ട്. ഫസ്റ്റ് തന്നെ ഈ 2 ആൾക്കാരെ എടുക്കുക. നമ്മൾ എടുത്തല്ലോ, 2 ആൾക്കാരെ നമ്മൾ എടുക്കുക. എടുത്തിട്ട് ആ പൂജ്യങ്ങൾ ഈ 2 കാണണ്ടോ? ഈ എവിടെ എഴുതിയാണ്? 2 ആൾക്കാരെ എടുക്കുക. ഞാൻ കണ്ടോ അവിടെ 50 × 40. നിങ്ങൾക്ക് എപ്പോഴും തെറ്റാൻ ചാൻസ് ഉള്ളൊരു ഇതാണ് ഞാൻ പറയുന്നത്. 50 കണ്ടോ? 50 × 40 ആണ് ഞാൻ ചെയ്തിരിക്കുന്നത്. കണ്ടോ ഇവിടെ ഈ 2 പൂജ്യങ്ങളുണ്ട് ഇവിടെ. അത് ഇങ്ങോട്ട് മാറ്റി വയ്ക്കുക. ഇങ്ങോട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. പൂജ്യമില്ല ഇപ്പോൾ അവിടെ. ഇങ്ങോട്ടാണ് ഞാൻ മാറ്റി വെച്ചത്. അവിടെ പിന്നെ ഏത് നമ്പറുള്ളത്? 5 4. 5 × 4 0. 5 × 4 20. 20 ആണ്. കിട്ടിയല്ലോ? 20 ആണ്. അപ്പോൾ ഞാൻ ഇവിടെ 20 എഴുതി വെച്ചിട്ടുണ്ട്. ഇനി ആ ബാക്കി 2 പൂജ്യം ഇങ്ങോട്ട് ഇറക്കിയിടുക. അപ്പോൾ 2000 ആണ് കിട്ടുക. കണ്ടോ? ആ 2 പൂജ്യം അവിടെ ഇല്ല, അപ്പോൾ ഇവിടേക്ക് വന്നു. അപ്പോൾ ഒരു നമ്പർ കിട്ടി. 2000 ആണ് കിട്ടിയത്. അപ്പോൾ ഈ 2000 മാറ്റി വെച്ചു. ഞാൻ ഇവിടെ ഇവിടുന്ന് ഇവിടേക്ക് മാറ്റി വെച്ചു. ഞാൻ അവിടെ ഒരു നമ്പർ ഒരു ഹൈറ്റും കൂടി അവിടെ കിടക്കുന്നുണ്ടല്ലോ. നമുക്ക് 25 ആണ് ഹൈറ്റ് എന്ന് പറയുന്നത്. 25 വരട്ടെ. 25 അവിടെ വയ്ക്കുക. അപ്പോൾ ഞാൻ അവിടെ 25 വെച്ചിട്ടുണ്ട്. ഒരു 25 ഞാൻ ആ സൈഡിൽ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി ചിലപ്പോൾ എല്ലാവർക്കും തെറ്റുന്ന കാര്യമാണ്. ഇപ്പം 2000 × 25. അപ്പോൾ ചെയ്യുകയാണെങ്കിൽ 0 0 0. ഇനി 2 കൊണ്ട് 25 ഇങ്ങനെ ചെയ്താലും കുഴപ്പമില്ല. ഓക്കെ. ഏറ്റവും എളുപ്പ വഴി ആൻസർ കിട്ടും. ഇതിപ്പോൾ ഇങ്ങനെ ചെയ്ത് 2000. ഇപ്പോൾ ഈ ഒരു നിങ്ങൾക്ക് ചിലപ്പോൾ ഞാൻ പറയണ എളുപ്പ വഴി മനസ്സിലാവില്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാം. 2000 × 25 എഴുതും ഇവിടെ. 2000 × 25 എഴുതാം. അത് കഴിഞ്ഞിട്ട് 0 × 5 പോവോ? ഇല്ല. 0 × 2 പോവോ? ഇല്ല. ബാക്കി 2 പൂജ്യം, ബാക്കി ഒരു പൂജ്യം അടിക്കറി കിട്ടും. പിന്നെ ആ 2. പിന്നെ ഇവിടെ ഒരു 25 ഉണ്ട്. കണ്ടോ? ഇവിടെ ഒരു 25 ഉണ്ട്, ഇവിടെ ഒരു 2 ഉണ്ട്.
അപ്പോൾ 2 × 25 ചെയ്യും 25 × 2 ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ആൻസർ കിട്ടും. പക്ഷെ അതല്ലാണ്ട് ഇപ്പോൾ ഇവിടെ 3 പൂജ്യമാണ് തന്നിരുന്നത്. ആ 3 പൂജ്യം അവിടെ തന്നെ എടുത്തിട്ട് 2 എടുക്കുക, പിന്നെ 25 എടുക്കുക. അപ്പോൾ 25 × 2 ആണ് ചെയ്യേണ്ടത്. ആ പൂജ്യങ്ങൾ എത്ര പൂജ്യമുണ്ട്? 3 പൂജ്യം നമ്മൾ ഇവിടെ എൻ്റെ കയ്യിൽ വെച്ചിട്ടുണ്ട്. 3 പൂജ്യം ഇവിടെ എവിടെയോ ഉണ്ട്. 3 പൂജ്യം ഇവിടെ ഇല്ല. കണ്ടോ, ബ്ലാങ്ക് ആണ്. 3 പൂജ്യം ബ്ലാങ്ക് ആണ്. അപ്പോൾ 3 പൂജ്യം എൻ്റെ കയ്യിൽ ഞാൻ ഇവിടെ പൗച്ചിൽ വെച്ചിട്ടുണ്ട്, ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം 25 × 2 ചെയ്യുമ്പോൾ 5 × 2 10 ആണ് വരുന്നത്. അപ്പോൾ ആ പൂജ്യം ഇറക്കിയിട്ട് അവിടെ ബാലൻസ് ആയിട്ട് 2 കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് 2 × 2 ആണ് ചെയ്യുന്നത്. അപ്പം 4 കിട്ടും. ബാലൻസ് അവിടെ ഒന്നുണ്ട്, അത് കൂട്ടി. അപ്പോൾ 50 കിട്ടും. 50. അപ്പോൾ ഞാൻ അവിടെ 50 ഞാൻ വണ്ടയ്ക്ക് അക്ഷരത്തിൽ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് 50. ഞാൻ ഇവിടെ നിന്ന് എടുത്തൊരു 3 പൂജ്യങ്ങളില്ലേ, അത് ഞാൻ ഇവിടെ കൊണ്ടുപോയി ഇട്ടു. അപ്പോൾ 3 പൂജ്യം. അപ്പോൾ ഇതാണ് നമ്മുടെ ആൻസർ. കേട്ടോ, ഇതാണ് ആ 3 പൂജ്യം ഇട്ടപ്പോൾ നമുക്ക് ആൻസർ കിട്ടി. അപ്പോൾ ഈ ഒരു എളുപ്പ വഴി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. അടുത്ത വീഡിയോയിലായിട്ട് ഞാൻ വരാം. ബൈ.